ദൈനംദിനം ഈ ജോലികൾ ചെയ്യുന്ന ആരാണ് പ്രേക്ഷകരുടെ അറിവിലേക്കായി ജോസ്മോന് എന്താണ് കുറേയധികം ഫോളോവേഴ്സൊക്കെ ഉള്ള യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് ചാനലും ഒക്കെ ഉള്ള ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന കോട്ടയത്തുകാരനാണ്. അപ്പോൾ ഒരു 3-4 ദിവസം മുമ്പ് തിരികെ ജിസ്മോൻ തിരികെ കപ്പലിലേക്ക് പോയിട്ടേ ഉള്ളൂ. ഇപ്പോൾ കപ്പലിനുള്ളിലാണുള്ളത്. ഈ എൽസാത്ത് ഇപ്പോൾ താങ്കളുടെ വീഡിയോകൾ ഞാൻ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ താങ്കൾ ഇപ്പോൾ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, ഈ കണ്ടെയ്നറുകൾ അടുക്കുന്നത് ഏതെങ്കിലും തരത്തിൽ രൂഹത്തിന് അടുക്കുന്നതല്ല. ഇത് കൃത്യമായി ലോജിസ്റ്റിക്കൽ സോഫ്റ്റ്വെയർ ഒക്കെ വെച്ചുകൊണ്ട് കൃത്യമായി അതിൻ്റെ ബല്ലാസ്റ്റ് എങ്ങനെയാണ് എന്നൊക്കെ കൃത്യമായി ശാസ്ത്രീയമായി തന്നെയാണ് ഏത് വേഴ്സ്റ്റ് കേസ് സിനാരിയോയിലും ഏതെങ്കിലും തരത്തിൽ ഈ പറഞ്ഞ കണ്ടെയ്നറിൽ മറിഞ്ഞു പോകാത്ത രീതിയിലുള്ള ശാസ്ത്രീയമായി തന്നെയാണ് ഈ കണ്ടെയ്നർ അടുക്കുക എന്ന് താങ്കൾ പറയുന്നുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാകും ശ്രീ ജിസ്മോൻ ഇത്തരത്തിൽ എൽസാത്രി മറിഞ്ഞ് ഇത്രയും കണ്ടെയ്നറുകൾ കടലിലേക്ക് വീഴുന്നതും ഇപ്പോൾ ഈ പറയുന്ന വാങ്ഹായിയുടെ എത്ര കണ്ടെയ്നറുകൾ ഇപ്പോൾ കടലിൽ അകത്ത് വീണു എന്ന് നമുക്കറിയില്ല. ഓക്കെ, ഇത് കണ്ടെയ്നേഴ്സ് ഡേഞ്ചറസ് ഗുഡ്സ് ഒക്കെ പുറത്തുനിന്ന് തന്നെ സ്റ്റഫ് ചെയ്തിട്ട് എന്തൊക്കെയാണോ നിയമാനുസൃതമായിട്ട് സ്റ്റഫ് ചെയ്തിട്ടാണ് ഈ സാധനം കണ്ടെയ്നർ സീൽ ചെയ്ത് കപ്പലിലേക്ക് വരുന്നത്. ഇപ്പൊ നമ്മുടെ കപ്പൽ ജീവനക്കാര് ആണ് ഇത് ഏത് പൊസിഷനിലാണ് വെക്കേണ്ടത് എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത്. അപ്പം ചില ക്ലാസ്സുകൾ തമ്മിൽ അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ വെക്കാൻ ഒരിക്കലും നമ്മൾ അനുവദിക്കാറില്ല. അപ്പം അതെല്ലാം നോക്കിയും കണ്ടും നമ്മൾക്ക് ലോഡിക്കേറ്റർ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയറിൽ ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ ഇട്ട് നമുക്ക് DGയുടെ കാര്യങ്ങൾ, ഡേഞ്ചറസ് ഗുഡ്സിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടൊക്കെയാണ് നമ്മൾ സ്റ്റഫ് ചെയ്ത് ലോഡ് ചെയ്യാറുള്ളത്. എന്നിരുന്നാൽ പോലും ഇപ്പം അതുപോലെ തന്നെ നമ്മൾ ഈ ഡേഞ്ചറസ് ഗുഡ്സ് ആയിട്ടുള്ള കണ്ടെയ്നറിന്റെ അടുത്ത് ഈ മെയിൻ്റെനൻസ് ആയിട്ട് ഹോട്ട് വർക്ക്, വെൽഡിങ്ങോ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. ഇപ്പൊ ആ കപ്പലിൽ ഏകദേശം മധ്യഭാഗത്തായിട്ടാണ് പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. ഇപ്പൊ അവിടെ എന്തെങ്കിലും അവര് ഈ ഹോട്ട് വർക്ക്, വെൽഡിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് പോലും നമുക്ക് അറിയത്തില്ല. അതൊക്കെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ നമ്മളുടെ പലതരം ക്ലാസ്സുകൾ ചിലയിടത്ത് അടുപ്പിച്ചടുപ്പിച്ച് വെക്കാൻ പറ്റത്തില്ല. അപ്പം ഈ ലോഡിങ്ങിന്റെ സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റി അടുപ്പിച്ചടുപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ജോസ്മോൻ, ഇവിടെ അറിയാൻ കഴിയുന്നത് ബെൻസോഫെനോൺ, ട്രൈക്ലോറോബെൻസീൻ, ലിഥിയം ബാറ്ററികൾ, എത്തനോൾ, പെയിന്റ്, ഈഥൈൽ മീഥൈൽ കീറ്റോൺ 20 കണ്ടെയ്നറുകളിൽ ഏകദേശം 1.83 ലക്ഷം കിലോഗ്രാം ബൈപ്പറിഡിലിയം കീടനാശിനി, 27,786 കിലോഗ്രാം ഈഥൈൽ ക്ലോറോഫോർമേറ്റ്, ഡൈമീഥൈൽ സൾഫേറ്റ്, ഹെക്സാമെഥിലീൻ ഡൈസോസയനേറ്റ് എന്ന് പറഞ്ഞാൽ വലിയ ജീവനാശ ഭീഷണി ഉണ്ടാക്കുന്ന കൊടിയ വിഷമാണ് ഈ പറഞ്ഞ കപ്പൽ നിറച്ച് ഇപ്പോൾ നിന്ന് കത്തുന്നത്. എത്രത്തോളം ഏതളവിൽ നമ്മൾ ആശങ്കപ്പെടണം ശ്രീ ജോസ്മോൻ? ആശങ്കപ്പെടേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും സാധാരണ പറയുന്ന അത്രയും നമുക്ക് പേടിക്കേണ്ട ആവശ്യം ഇല്ലെന്നാണ് ഞാൻ പറയുള്ളൂ. കുറെയൊക്കെ കത്തിപ്പോയി, ബാക്കി കുറച്ച് കടലിൽ വീഴുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ നേരത്തെ ആൾക്കാർ പറയുമായിരുന്നു മീൻ ഇനി കുറെ നാളത്തേക്ക് മീനുകളൊന്നും കഴിക്കാൻ പറ്റത്തില്ലെന്ന്. അപ്പൊ അതിന് മാത്രം ആശങ്കപ്പെടേണ്ട കാര്യം ഇല്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ലോക്കലായിട്ട് കുറെ ഭാഗത്ത് പ്രശ്നങ്ങളുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. എന്നാലും നമ്മളിപ്പോൾ കൊടിയ വിഷമടിച്ച് കഴിക്കുന്ന പച്ചക്കറികളും മായം ചേർത്ത് കഴിക്കുന്ന മറ്റ് പല ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്രയും ബുദ്ധിമുട്ടുകൾ മീനുകളിൽ വരാൻ പോകുന്നില്ല. ജോസ്മോൻ, ഇവിടെ നമ്മൾ എൽസാത്രിയിലും അതിനകത്തുണ്ടായിരുന്ന 3 ജീവനക്കാരൊഴികെ ബാക്കി എല്ലാവരും ആദ്യം രക്ഷപ്പെടുത്തി. ഈ 3 പേർ ഈ കപ്പലിന് ഏതെങ്കിലും തരത്തിൽ ഇത് മുങ്ങിപ്പോകാതെ ഇതിനെ നേരെയാക്കി നിർത്താൻ കഴിയുമോ എന്ന ശ്രമത്തിലായിരുന്നു. അവർ ആ ശ്രമത്തിൽ പരാജയപ്പെട്ടപ്പോൾ അവരെയും രക്ഷപ്പെടുത്തി. ഇതിലും എക്സാക്ട്ലി 22 പേരിൽ 18 പേരെ രക്ഷപ്പെടുത്തി, ബാക്കി 3 പേരെ കാണാനില്ല. ഒരു നാവികൻ എന്നുള്ള നിലയ്ക്ക്, ഒരു ക്യാപ്റ്റൻ എന്നുള്ള നിലയ്ക്ക് ആ 3 പേരെ പറ്റി താങ്കളുടെ ഒരു ധാരണ എന്താണ് ശ്രീ ജോസ്മോൻ? അതിൽ 2 സാധ്യതകളാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. ഒന്നാമത്തെ സാധ്യത, ആ 3 പേര് അല്ലെങ്കിൽ 4 പേര് ആ ഒരു മധ്യഭാഗത്ത് എന്തെങ്കിലും വെൽഡിങ്ങോ അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുവാൻ ചാൻസസ് ഉണ്ട്. അങ്ങനെ വെൽഡിങ് എന്തെങ്കിലും ചെയ്ത സമയത്താണോ പൊട്ടിത്തെറിച്ച് അതോടുകൂടി അവർ പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ സാധ്യത എന്ന് പറഞ്ഞാൽ ഈ ഒരു തീപിടുത്തം നടന്നപ്പോൾ അതിനെ അണയ്ക്കാനായിട്ട് ഫയർ ഹോസ് ഒക്കെ ആയിട്ട് അവിടെ ചെന്ന് ആ സമയത്ത് എന്തെങ്കിലും കൂടുതൽ പൊട്ടിത്തെറികൾ സംഭവിച്ച് അവർക്ക് എന്തെങ്കിലും അപായം സംഭവിക്കാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. കാരണം അവരെ പറ്റി ഒരു അഡ്രസ്സും ഒന്നും തന്നെ കിട്ടുന്നില്ല, അവരെ പറ്റി ഒരു ഡീറ്റെയിൽസും കിട്ടുന്നില്ല.